നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെ ബ്രസീൽ സിയോളിൽ സൗത്ത് കൊറിയക്കെതിരെ കളിക്കുമ്പോൾ ആരായിരിക്കും ക്യാപ്റ്റൻ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബ്രസീലിൽ മാധ്യമം ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റാരുമല്ല, കാസെമിറോ ടീമിനെ നയിക്കും. വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് വീണ്ടും വരുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ടീമിനെ നയിച്ചത് 2023 ഒക്ടോബർ 17-നാണ്. അതായത് ഏതാണ്ട് 2 വർഷക്കാലത്തിന് ശേഷമാണ് വീണ്ടും അദ്ദേഹം ക്യാപ്റ്റനായിട്ട് വരുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവുന്നത് 2017 ഒക്ടോബറിൽ ബൊളീവിയക്കെതിരെ ടിറ്റെ കോച്ചായിരുന്ന സമയത്താണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ ക്യാപ്റ്റനായത് 2023 ഒക്ടോബർ 17-ന് ഉറുഗ്വായ്ക്കെതിരെയായിരുന്നു. അപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ 17ാമത്തെ മത്സരത്തിലായിരിക്കും അദ്ദേഹം ബ്രസീലിനെ നയിക്കുന്നത്. ഏതായാലും ആഞ്ചലോട്ടി വീണ്ടും ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ വലിയ ഒരു പ്രതീക്ഷ ബ്രസീലിയൻ ആരാധകർക്കും ഉണ്ട്. കാസെമിറോയെ പോലുള്ളൊരു താരത്തെ സ്ഥിരമാക്കാൻ തന്നെയാണ് കോച്ച് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അത്രയധികമൊന്നും കാസെമിറോയെ ബ്രസീൽ ടീമിലേക്ക് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ആഞ്ചലോട്ടി വന്നപ്പോൾ സ്ഥിരമായിട്ട് സ്ക്വാഡിലേക്ക് വിളിക്കുന്നു. അടുത്ത വേൾഡ് കപ്പിന് കാസെമിറോയെ ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് കോച്ചിൻ്റെ ഒരു ഉദ്ദേശം. ഏതായാലും ബ്രസീലിയൻ ടീം നാളെ സൗത്ത് കൊറിയക്കെതിരെ സൗഹൃദ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. ആ മത്സരത്തിൽ ബ്രസീൽ ടീമിൻ്റെ നായകനായിട്ട് കാസെമിറോ ഇറങ്ങും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.